ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് വളർന്നു വരുന്ന ഒരു വർഗീയവാദിനിയായ ഒരു സംഗിണി കുട്ടിയെ കുറിച്ചാണ്. ആ പെൺകുട്ടിയുടെ പേരുണ്ടല്ല, തൽക്കാലം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പെൺകുട്ടി ആദ്യകാലങ്ങളിലുണ്ടല്ല വളരെ നിഷ്പക്ഷയാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വീഡിയോ ഇട്ടപ്പോണ്ടല്ലോ ഒരുപാട് ഫോളോസ് ഒക്കെ ആയി ചാനലിൽ നല്ല റീച്ചൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പം നമ്മൾ ഈ സംഗിണിക്കുട്ടിയുടെ തലയിലെ ചാണകവും മനസ്സിലെ വർഗീയതയില്ല അതുണ്ടല്ല മെല്ലെ മറന്നേക്ക് പുറത്തു വന്നു. അതിനുശേഷം ഈ സംഗിണി കുട്ടി ഉണ്ടല്ല ഉസ്താദ്മാർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ല ആ വീഡിയോ മാത്രം എടുത്തുകൊണ്ടിരുന്നിട്ടില്ല അവരെ കളിയാക്കുന്ന രീതിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഈ പെൺകുട്ടി വിചാരിക്കുന്നത് ഇവളെന്തോ ഭയങ്കരമായ മാസാണ്, ഞാൻ ഉസ്താദ്മാരെ കളിയാക്കി എന്നൊക്കെയാണ്. പക്ഷെ ആ പറയുന്നത് ഉണ്ടല്ല മൊത്തം ആ വീഡിയോയിൽ പറയുന്നത് മൊത്തം ഉണ്ടല്ല മരം മണ്ടത്തരാണ്. പക്ഷെ എന്താണ് ഇവള് പറയുന്നത് മണ്ടത്തരാണെങ്കിലും എന്താണ് സംഖ്യയിലുണ്ടല്ല സംഖ്യ ഫുൾ സപ്പോർട്ടാണ്. കാരണം ഉണ്ടല്ലേ ഇവള് ഉസ്താദ്മാരെയാണല്ലോ വിമർശിക്കുന്നത്, അത് സംഖ്യക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഇവൾ എന്ത് മണ്ടത്തരും എന്ത് വിടുത്തും പറഞ്ഞിട്ടില്ല സംഖ്യയുടെ ഫുൾ സപ്പോർട്ടാണ് ഇവക്ക്. വേറൊരു കാര്യം കൂടി ഉണ്ട്, ആ പെൺകുട്ടിയുടെ ഉദ്ദേശം ഉണ്ടല്ല സംഖ്യയുടെ സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യാ, ലാസ്റ്റ് ഈ പെൺകുട്ടി ഉണ്ടല്ല 8 നിലയെ പൊട്ടുപോയി. അതായത് ഒരു 1.5 എയർപോക്ക് പോയി. അതായത് ഒരു ഉസ്താദ് പറഞ്ഞ വളരെ നല്ലൊരു കാര്യം, ആ ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് എല്ലാ ഹിന്ദുക്കൾക്കും എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടല്ല എല്ലാവർക്കും നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ ഈ പെൺകുട്ടി ഉണ്ടല്ലോ ആ ഉസ്താദിനെ കളിയാക്കാൻ വേണ്ടി ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് ആ റിയാക്ട് ചെയ്തതേ ഈ പെൺകുട്ടിക്ക് ഓർമ്മയുള്ളൂ. പിന്നീടല്ലേ സംഗണിക്കുട്ടി എയറിലാണ്, ഇതുവരെ ഉണ്ടല്ല എയർന്ന് പുറത്തിറങ്ങിയിട്ടില്ല. നമുക്കതെല്ലാം ആ ഉസ്താദ് പറഞ്ഞ മനോഹരമായ കാര്യവും ഈ പെൺകുട്ടി എയർ പോകാനുണ്ടായ കാരണമായ ആ വീഡിയോ ഉണ്ടല്ല ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. വാ. പുഴയിലൂടെയോ തോട്ടിലൂടെയോ ഒഴുകി വരുന്ന തേങ്ങ എടുക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്? ഉടമസ്ഥൻ ചോദിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ഒറ്റപ്പെട്ട 1-2 തേങ്ങകൾ നമുക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ ഒരുപാട് തേങ്ങകൾ ഒഴുകി വരുമ്പോൾ അത് ശേഖരിച്ച് വിൽക്കുന്നതിന് മുൻപ് പള്ളിയിലോ അങ്ങാടിയിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ വെച്ച് സമൂഹത്തിന് മുമ്പാകെ അത് പ്രദർശിപ്പിക്കണം. ഇനി വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും പ്രശ്നമല്ല. കാരണം അതെല്ലാം ഒരു പക്ഷേ ഒരു തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗോഡൌണിൽ നിന്നോ ആയിരിക്കാമെന്നത്. അഥവാ ഒരു സാധ്യതയെങ്കിലും ഉണ്ട് ഉടമസ്ഥൻ തിരിച്ചു ചോദിച്ചു വരാൻ. എന്നിട്ടും ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിൽക്കാവുന്നതാണ്. ആ പണം നമുക്ക് എടുക്കാമെങ്കിലും ഏറ്റവും നല്ലത് പാവങ്ങൾക്ക് ദാനം ചെയ്യലാണ്. നിങ്ങൾ ഇതെന്ത് തേങ്ങ പറയണേ? അല്ല ഉസ്താദ്, ഈ തേങ്ങ പറഞ്ഞോണ്ടോ ഞാൻ ഈ പറമ്പിലെ തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് തേങ്ങയിലെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ തേങ്ങക്ക് സ്പെസിഫൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു സിമ്പിളോ അല്ലെങ്കിൽ ഏതെങ്കിലും കളർ എന്തെങ്കിലും ഉണ്ടാവോ ഉടമസ്ഥര് കണ്ടുപിടിക്കാൻ? തേങ്ങ പെറുക്കുന്നതിന് ഇസ്ലാമിക് വിധി എന്താ? നിങ്ങൾ ഇങ്ങനെ എന്തെല്ലോ പറയലല്ലേ? എന്റെ ചാണക സംഗിണി കുട്ടി, നിനക്കണ്ടല്ലോ ഉസ്താദ് പറഞ്ഞത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്നറിയാം. നിന്റെ തലയിൽ ചാണകവും മനസ്സിൽ വർഗീയതയില്ലേ അത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് നിനക്കണ്ടല്ലോ ഉസ്താദ് പറഞ്ഞ മനോഹരമായ കാര്യം മനസ്സിലാകാത്തത്. ഒന്നുമില്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞതിൽ അല്പമെങ്കിലും നിനക്ക് മനസ്സിലാണെങ്കിൽ നിന്റെ തലയിലെ ചാണകമില്ല, ആ ചാണകമില്ല ഇടക്കിടക്കണ്ടല്ലോ നീ കൊടഞ്ഞൊന്ന് വൃത്തിയാക്കണം കേട്ടാ. ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കർഷകന്റെ ഉടമസ്ഥതയിലുള്ള തേങ്ങയാണ് വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്നെങ്കിൽ ആ ഉടമസ്ഥനുണ്ടല്ല ആ കർഷകൻ ആ തേങ്ങ തിരിച്ചു കിട്ടാൻ വേണ്ടി നല്ലോണം അന്വേഷണം നടത്തുമെന്നാണ്. അതുകൊണ്ട് ആ തേങ്ങ കിട്ടിയവര് ആ കർഷകനുണ്ടല്ല അന്വേഷിച്ച് വരാനുള്ള സമയം ഉണ്ടല്ല ആ സമയം കൊടുക്കണം എന്നാണ് ഉസ്താദ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതെന്റെ സംഗണിക്കുട്ടിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്നറിയാം. തലയിൽ മൊത്തം ചാണകവും പിന്നീടില്ല അധ്വാനത്തിന്റെ ഒരു കർഷകന്റെ അധ്വാനത്തിന്റെ വിലയുണ്ടല്ല ആ വിലയുണ്ടല്ല മനസ്സിലാകാത്തതും കൊണ്ടാണ്. നിന്നെ പോലത്തെ ടീംസ് ഉണ്ടല്ലോ വഴിയിൽ എന്ത് വീണ് കിട്ടിയാലുണ്ടല്ലോ ആരും കാണാതെ കീശയിലാക്കിയിട്ടുണ്ടല്ല നേരെ വീട്ടിലേക്ക് വിടുന്ന ടീമായിരിക്കും. പക്ഷെ നമ്മളെ പോലത്തെ ടീംസ് ഉണ്ടല്ലോ വഴിയിൽ എന്തെങ്കിലും വീണ് കിട്ടി കഴിഞ്ഞാൽ അതുണ്ടല്ല ആരുടേതാണെന്ന് ഒരു അന്വേഷണം നടത്തും. എന്നിട്ടും അതിന്റെ ഉടമസ്ഥനെ കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വാട്സപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിലൊക്കെ അന്വേഷിച്ചിട്ടില്ല അതിന്റെ ഉടമസ്ഥനുണ്ടല്ല എന്റെ സംഗണി കുട്ടി പെട്ടെന്ന് കിട്ടും. അങ്ങനെ ആ കളഞ്ഞുപോയ സാധനത്തിന്റെ ഉടമസ്ഥനുണ്ടല്ല അതിന് തെളിവായിട്ട് വന്നതിൽ ആ സാധനം ഉണ്ടല്ല നമ്മൾ തിരിച്ചു കൊടുക്കും. പക്ഷെ നിങ്ങൾ ചാണക സംഖ്യ അത്തരക്കാരലാന്ന് വെച്ചിട്ട് അതായത് ഒരു മനുഷ്യന് വിസർജ്യം ഉണ്ടല്ല ആ വിസർജ്യം തന്നെ നിങ്ങൾക്ക് വീണ് കിട്ടിയാണ്ടല്ല അത് പൊതിഞ്ഞിട്ടില്ല നിങ്ങൾ സംഖ്യകൾ വീട്ടിൽ കൊണ്ടുപോകും. പക്ഷെ ബാക്കി എല്ലാവരും നിങ്ങളെ പോലെ അത്തരക്കാരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലാട്ടാ. പിന്നെ എന്റെ സംഗണി കുട്ടി ഉണ്ടല്ലോ ഉസ്താദുമാർക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടാ. ഉസ്താദുമാർ മറുപടി പറയുന്നത് ആരോടാണെന്നറിയോ? അവരുടെ ഇസ്ലാം മത വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ല ആ ചോദ്യങ്ങൾക്കാണ് ആ ഉസ്താദുമാരുണ്ടല്ല മറുപടി പറയുന്നത്. അതായത് ഉസ്താദുമാരുടെ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യത്തിന് മതവിശ്വാസപരമായ മറുപടി ഉണ്ടല്ല ആ മറുപടികളാണ് ഉസ്താദുമാർ കൊടുക്കുന്നത്. അതുകൊണ്ട് സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇത്തരം വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നാട്ടുകാരുണ്ടല്ല മോക്കണ്ടല്ല സംഗണിക്കുട്ടിക്ക് തീരെ ബുദ്ധിയില്ല എന്നുള്ള കാര്യം കൂട്ടിയിട്ടില്ല അതുകൂടി മനസ്സിലാക്കുന്ന ചിന്തിക്കണം കേട്ടാ. ഇനി നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഈ സംഗണിക്കുട്ടിക്കിട്ടില്ല നല്ല അടിപൊളി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണണം. അങ്ങനെ ചോദിക്കുമോനെ തേങ്ങാക്കത്തും മാങ്ങാക്കത്തും പേരെഴുതി വെക്കുന്നുണ്ടോന്ന്? ഒഴുകി വരുന്ന തേങ്ങ, പറമ്പിൽ കടന്ന് കിട്ടുന്ന തേങ്ങ, വഴിയിൽ കടന്ന് കിട്ടുന്ന തേങ്ങ, മാങ്ങ ആണെങ്കിലും അതൊക്കെ നമ്മുടെയാണ്. ഓരോ കാട നിയമങ്ങളുമായിട്ട് കുറെ ആളുകൾ വന്നോളൂ. മോളെ കൊണ്ട് പറഞ്ഞു വിട്, ഞാൻ മോളെ പക്ഷത്താ. അല്ല പിന്നെ മോളെ ഈ മതത്തിലെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ കുറേ കാട നിയമങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ അയൽവാസിയുടെ കോഴി നമ്മുടെ വീട്ടിൽ വന്ന് മുട്ടയിട്ട്, നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന് മുട്ടയിട്ട് ആ മുട്ട നമുക്ക് എടുക്കാൻ പാടില്ലെന്ന് അയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം തരത്തിലുള്ള കാട നിയമമാണ്. അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ അയൽവാസിയുടെ വീട്ടിലെ മരം നമ്മുടെ വീട്ടിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആ വീഴുന്ന മാങ്ങ നമുക്ക് എടുത്തുകൂടാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മക്കൾ അന്യന്റെ മുതലെടുത്ത് ഭക്ഷിച്ചതിന്റെ പേരിൽ വായിൽ വരലിട്ട് ഛർദ്ദിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്തെല്ലാം കാട നിയമങ്ങളാണ്. എന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു മരം അപ്പുറത്തെ വീട്ടിലേക്ക് ചാഞ്ഞ് കിടക്കുന്നു, അതിന്റെ ശിഖരങ്ങളും ഇലകളും ഒക്കെ അപ്പുറത്തെ വീട്ടിൽ വീണ് അത് അവർക്ക് ശല്യം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആ മരം നിർബന്ധമായിട്ടും വെട്ടിക്കൊടുക്കണമെന്നാണ് അവരാവശ്യപ്പെട്ട.
എന്തെല്ലാം തരത്തിലുള്ള കാട നിയമങ്ങളാണ് ഇതുകൊണ്ട് അവസാനിച്ച എത്ര കാടം നിയമങ്ങൾ ഇപ്പം നടന്നു നോക്കി. ഞാൻ മോളും കൂടെ വഴിയിലൂടെ നടന്നു പോകാൻ, അപ്പം പുഴയിലൂടെ ഇങ്ങനെ പല സാധനങ്ങൾ ഒഴിവ് വരുന്നു. അപ്പോൾ ചെറിയൊരു പെട്ടി, ഞാൻ ആ പെട്ടി എടുത്ത്, നമ്മുടെ രണ്ടുപേരും കൂടിയാണല്ലോ, അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു സ്വർണ്ണമാല. അടച്ചവൻ, അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന്, പരസ്യം ചെയ്യണമെന്ന്, അതിൻ്റെ അവകാശം ഒരാൾക്ക് നമ്മൾ കൊടുക്കണമെന്നാണ് നിയമം. പുഴയിലൂടെ എന്തെല്ലാം ഒഴിവ് വരുന്നതൊക്കെ നമുക്ക് എടുത്തൂടെ? പക്ഷേ തേങ്ങായി മാങ്ങ എടുക്കാൻ പാടില്ലെന്ന്, അതിൻ്റെ അവകാശിക്ക് തിരിച്ചു കൊടുക്കണം. അതിൻ്റെ പേരിൽ അവർ പറയുന്നത് അതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ്റെ അധ്വാനം ഉണ്ടെന്ന് പറയുന്നത്. ആ നട്ടവൻ്റെ നയിച്ചവൻ്റെ അധ്വാനമുണ്ട്. അത് മാങ്ങയാണെങ്കിലും തേങ്ങയാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ വിയർപ്പുണ്ട്. അതിൻ്റെ അവകാശം കണ്ടെത്തുകയാണെങ്കിൽ അത് അവർക്ക് തന്നെ കൊടുക്കണമെന്ന്. എന്തെല്ലാം നിയമമാണ്! നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് പുഴയിൽ നിന്ന് എടുത്ത സാധനം വേറെ കൊടുക്കണമെന്ന്, നമുക്ക് വഴി കടന്ന് സ്വർണ്ണമാല കിട്ടിയാൽ അതിൻ്റെ അവകാശിക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. എന്തെല്ലാം കാട നിയമങ്ങളാണ്! ഇതുമാത്രമാണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ 2.5% പ്രതിവർഷം നമ്മൾ നിർബന്ധ ദാനം നടത്തണം. ഓ എൻ്റെ പൊന്നുമോളെ, നമ്മളൊക്കെ കാണണം, ഞാനും നീയൊക്കെ മുസ്ലിം ആയിരുന്നെങ്കിൽ നല്ലൊരു പെട്ടുപോയനെ. മോളെ, ഞാനും നീയും അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടെങ്കിൽ പ്രതിവർഷം 2.5% നമ്മൾ നിർബന്ധ ദാനം, നമ്മുടെ ഔദാര്യമില്ലെന്ന്, നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രം നമ്മുടെ സമ്പത്ത് ശുദ്ധിയാവുള്ളൂ എന്ന് പറയുന്നത്. എന്തെല്ലാം തരത്തിലുള്ള കാട നിയമമാണ്! എന്ന് മാത്രമാണ് ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കി, കാടത്തരത്തിൻ്റെ അങ്ങേറ്റം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകണം, മൂത്രമൊഴിക്കാൻ മുട്ടി, ആലോചിച്ച് നോക്കണം, മതനിയമങ്ങൾ ഇടപെടുകയാണ്. മൂത്രമൊഴിക്കാൻ മുട്ടുന്ന സമയത്ത് ഒരു നല്ല ആൽമരം, ആ ആൽമരത്തിൻ്റെ ചോട്ടിൽ ആളുകൾ വിശ്രമിക്കുന്നതാണ്, അവിടെ മൂത്രമൊഴിക്കാൻ പറ്റത്തില്ല. ആലോചിച്ച് നോക്കി, അവിടെ മൂത്രമൊഴിക്കാൻ സമയത്തും എനിക്ക് മൂത്രമൊഴിക്കണ്ടേ? അതുപോലെ തന്നെ പുറത്തെല്ലാം കൂടെ പുറത്തിട്ടിട്ട് ജനങ്ങൾ കൂടുതൽ നടത്തണമെങ്കിൽ എല്ലാം പുറത്തിട്ട് ആളുകൾ പോകുന്ന വഴിയിലാണെങ്കിൽ അങ്ങനെ പുറത്തിട്ട് മൂത്രമൊഴിക്കാൻ പറ്റത്തില്ല. മറ വേണമെന്ന്, ഇതൊരു കഷ്ടപ്പാടെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് അവസാനിച്ചില്ല. ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ ഒഴിക്കാൻ പാടില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒഴിക്കാൻ പാടില്ല, ജീവികൾ ജീവിക്കുന്ന മാളത്തിൽ ഒഴിക്കാൻ പാടില്ല. എന്തൊരു കാട നിയമങ്ങളാണ്! മൂത്രമൊഴിക്കാൻ പറ്റും, അവിടെ ഒഴിച്ചാൽ പോരെ? എല്ലാ വിഷയത്തിലും ഇങ്ങനെ മതം ഇടപെട്ടാല കാട നിയമങ്ങൾ. ഇതുകൊണ്ട് അവസാനിച്ച അങ്ങനെ ഓരോ നിയമങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടാണല്ലോ. ഈ മൃഗങ്ങളോ, എൻ്റെ വീട്ടിൽ പശു ഉണ്ടെന്ന് വിചാരിക്കുക. പശു ഉണ്ടെങ്കിൽ ഞാനതിനെ കറക്കാൻ പോകുന്നതിന് മുമ്പ് നഖം വെട്ടണമെന്ന്. പശു ചുരത്തുമ്പോൾ പാല് കറന്നെടുക്കുമ്പോൾ നിന്റെ കൂർത്ത നഖമാ വീർത്ത മുലയിൽ കോർത്തു പോകരുതേ, അതിനെ അസഹ്യമാക്കരുതേ. പശുവിൻ്റെ അകലില്ലേ, നിന്റെ നഖം കൊണ്ടിട്ട് പോലും അതിനെ അസഹ്യത ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിന് നഖം വെട്ടിയിട്ടെ അതിനെ കറക്കാൻ പാടുള്ളൂ. ഇസ്ലാമിൻ്റെ നിയമം, കർശന നിയമം. നായല്ലേ പട്ടി, കടിക്കാത്ത നായ കല്ലെറിയാൻ പാടില്ലെന്ന്, അതിനെ ആട്ടി ഓടിക്കാൻ പാടില്ല, നിയമമാണ്. ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഭക്ഷ്യയോഗ്യമായ ജീവികളെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അമ്പെയ്ത്ത് പഠിച്ചോടിക്കുക, അമ്പെയ്ത്ത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഈ അമ്പ് കൊള്ളുന്ന അതിൻ്റെ കൃത്യത, അതിൻ്റെ കണക്കിന് വേണ്ടി അവിടെ ഏതെങ്കിലും ഒരു ജീവിയെ കൊടുത്ത് നമ്മൾ അവിടെ കൊണ്ടുവച്ചു. ഒരു ആടിനെ അല്ലെങ്കിൽ പശുവിനെ നമ്മൾ അവിടെ കെട്ടിയിട്ട് അതിനെ തമ്പിയാണ് പാടില്ല. ഉറുമ്പും കൂടി തീ വെക്കാൻ പാടില്ല. എന്തെല്ലാം നിയമങ്ങളാണ്! ഒരു ജീവിയെയും കരിക്കാൻ പാടില്ല. കാട നിയമത്തിന് അങ്ങേയറ്റം. ഇത് മാത്രമാണ് എൻ്റെ പൊന്നുമ്പോൾ. ഇതിനേക്കാൾ വലിയ കാട നിയമം ഞാൻ പറഞ്ഞുതരാം. മുസൽമാൻ 5 നേരം നിസ്കരിക്കണം, നിങ്ങൾക്കൊക്കെ അറിയാം, നിർബന്ധമാണ്. അവൻ അംഗസ്നാനം ചെയ്യണം, നിസ്കരിക്കണമെങ്കിൽ അംഗസ്നാനം ചെയ്യണം. ഈ അംഗസ്നാനം ചെയ്യാൻ വേണ്ടി അവൻ വെള്ളം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു നായ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ച് വലിയാണ് എങ്കിൽ ഈ വെള്ളം കൊണ്ട് വുളു എടുത്തുകൂടാ, അംഗസ്നാനം ചെയ്തുകൂടാ, ആ നായക്ക് കൊടുക്കണം. നായക്ക് കൊടുക്കാതെ ഇതുകൊണ്ട് അംഗസ്നാനം ചെയ്യുക കുറ്റകരമാണെന്ന് ഇസ്ലാമിൻ്റെ നിയമം. ഈ കാട നിയമങ്ങൾ, ഇങ്ങനത്തെ കുറെ കാട നിയമം ഉണ്ടെന്ന്. വഴി മോളും ഞാനും ഒക്കെ എങ്ങനെ, നമുക്ക് വഴി കിടന്ന് കിട്ടുന്നതൊക്കെ എടുക്കണം, കിട്ടുന്നതൊക്കെ തിന്നണം, മറ്റുള്ളവൻ്റെ അധ്വാനവും അവൻ്റെ അവകാശവും നമ്മൾ നോക്കാൻ പാടില്ല. ഇതൊക്കെ ഞാനും മൂടെ പക്ഷത്താണ്. ഇതൊക്കെ എന്ത് കാട നിയമം! അതാണ് മതം. നമ്മുടെ വയറ് നോക്കുക, നമ്മുടെ കുടുംബം, നമ്മുടെ വയറ്, നമ്മുടെ ജീവിതം. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തയും വരാൻ പാടില്ല. മൂടെ ചിന്തയാണ് മോളെ യഥാർത്ഥ ചിന്ത എന്ന് പറഞ്ഞാൽ. വളർന്നു വരുന്ന വർഗീയവാദിനിയായ സംഘിണിക്കുട്ടിക്ക് ഇപ്പം തൃപ്തിയായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനിമേലിൽ സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി വലിയ ഡയലോഗ് അടിക്കുമ്പോൾ ഇതുപോലെ തിരിച്ചടി കിട്ടുന്ന സംഘിണിക്കുട്ടി ചിന്തിക്കണം കേട്ടാ. അതല്ല, മനസ്സിൽ വർഗീയതയും തലയിൽ ചാണകവും വെച്ചിട്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനാണ് സംഘിണിക്കുട്ടിയുടെ താല്പര്യങ്ങളുണ്ടല്ല. ഏറിൽ സ്വന്തമായി സ്ഥലവും ഒരു വീടും ഉണ്ടല്ല, വാങ്ങി വെച്ചോ. ഇതേ പോക്കാണെങ്കിൽ സംഘിണിക്കുട്ടി ഉണ്ടല്ല, ഏറിൽ മാത്രമല്ല ബഹിരാകാശത്തെ കണ്ടല്ല, ബഹിരാകാശത്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോഴെന്തായാലും ചെറു പ്രായത്തിൽ തന്നെ തലയിൽ ചാണകവും മനസ്സിൽ വർഗീയതയും കൊണ്ടുനടക്കുന്ന ഈ സംഘിണിക്കുട്ടിക്കും രക്ഷപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ.